കാന്ത 1950കളിലെ മദ്രാസ് ചലച്ചിത്ര ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തെ ആസ്പദമാക്കിയുള്ള മിസ്റ്ററി ത്രില്ലറാണ്. കലാപരമായ അഹങ്കാരത്തെയും അധികാരത്തെയും കുറിച്ചുള്ള നാടകമായി സിനിമ ആരംഭിക്കുകയും പിന്നീട് ഒരു സസ്പെൻസ് നിറഞ്ഞ കൊലപാതക രഹസ്യാന്വേഷണത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. സ്റ്റുഡിയോസിനുള്ളിൽ എന്ത് സംഭവിച്ചാലും അത് അവിടെത്തന്നെ ഒതുങ്ങും എന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത്. ഇത് നിഗൂഢതയുടെയും രഹസ്യങ്ങളുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പ്രധാന കഥാതന്തു രണ്ട് സിനിമാ പ്രതിഭകൾ തമ്മിലുള്ള വിഷലിപ്തമായ ബന്ധമാണ്. കലയോടുള്ള പ്രതിബദ്ധതയ്ക്ക് പേരുകേട്ട മുതിർന്ന സംവിധായകനും ഗുരുനാഥനുമായ അയ്യായും അദ്ദേഹത്തിന്റെ ശിഷ്യനും എന്നാൽ ഇന്നത്തെ ബോക്സ് ഓഫീസ് രാജാവുമായ സൂപ്പർ സ്റ്റാർ ടി.കെ. മഹാദേവനും ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിപ്പിക്കുന്നതു സമുദ്രക്കനിയും ദുൽഖർ സൽമാനുമാണ്. നടനചക്രവർത്തി എന്നറിയപ്പെടുന്ന ടി.കെ. എമ്മിന്റെ അഹങ്കാരവും താരപ്പൊലിമയും ഗുരുനാഥനുമായി ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലായ മോഡേൺ സ്റ്റുഡിയോസിനെ രക്ഷിക്കാൻ ഇരുവരും ചേർന്ന് ഒരു സിനിമ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അയ്യയുടെ സ്വപ്ന പദ്ധതിയായ സ്ത്രീ കേന്ദ്രീകൃത സിനിമയ്ക്ക് ശാന്ത എന്നായിരുന്നു പേര്. എന്നാൽ ടി.കെ. എം ഇത് കാന്ത എന്ന് മാറ്റാൻ നിർബന്ധിക്കുകയും തിരക്കഥ തിരുത്തി തന്റെ താരപ്രതാപത്തിനനുസരിച്ച് മാറ്റുകയും ഫലത്തിൽ അയ്യയെ നിഴലിലാക്കി സിനിമയുടെ സംവിധാനം സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇരുവരുടെയും ഈ യുദ്ധത്തിൽ മധ്യസ്ഥയായി നിൽക്കുന്നത് പുതുമുഖ നടിയായ കുമാരിയാണ്. കുമാരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഭാഗ്യശ്രീ ബോർസെയാണ്. അയ്യയുടെ കണ്ടെത്തലായ അവൾ അദ്ദേഹത്തോടുള്ള കൂറിനും ടി.കെ. എമ്മിനോടുള്ള പ്രണയത്തിനുമിടയിൽ കുടുങ്ങുന്നു. സെറ്റിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ടി.കെ. എം തന്റെ കഥാപാത്രം മരിക്കുന്ന ക്ലൈമാക്സ് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കൊലപാതകം സംഭവിക്കുന്നു. സിനിമ അതോടെ ഒരു ക്രൈം ത്രില്ലറിലേക്ക് മാറുന്നു. വിചിത്ര സ്വഭാവക്കാരനായ പോലീസ് ഓഫീസർ ഫീനിക്സ് രംഗപ്രവേശം ചെയ്യുന്നതോടെ രഹസ്യം കണ്ടെത്താനുള്ള തീവ്രമായ അന്വേഷണം ആരംഭിക്കുന്നു. ഫീനിക്സ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് റാണ ദെഗുബാട്ടിയാണ്. ടി.കെ. എമ്മിന്റെ വേഷം അഹങ്കാരിയായ സൂപ്പർ സ്റ്റാറിൽ നിന്ന് സംശയത്തിന്റെ നിഴലിലുള്ള വ്യക്തിയായി മാറുന്നത് സസ്പെൻസ് വർദ്ധിപ്പിക്കുന്നു. കാന്ത നവംബർ 14 റിലീസ് ചെയ്തു. ചിത്രം ശക്തമായ തുടക്കമാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. ആദ്യ ദിവസത്തെ ഇന്ത്യ നെറ്റ് കളക്ഷൻ ഏകദേശം 4 കോടി രൂപയായി കണക്കാക്കുന്നു. കേരളത്തിൽ 721 ഷോകളിലായി 34 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ പ്രീ സെയിൽസിലൂടെ നേടി. താരങ്ങളുടെ സാന്നിധ്യവും മികച്ച സാങ്കേതിക നിലവാരവും കാരണമാണ് ഈ പ്രകടനം. ദുൽഖർ സൽമാന്റെ താരമൂല്യം ചിത്രത്തിന് ഗുണകരമായി. ചിത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തമിഴ് സൂപ്പർ സ്റ്റാർ ആയിരുന്ന എം.കെ. ത്യാഗരാജ ഭാഗവതരുടെ ജീവിതത്തെ വികലമാക്കിയാണ് ടി.കെ. എം എന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് ആരോപിച്ച് ഒരു ബന്ധു ചിത്രത്തിന്റെ റിലീസ് തടയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ തങ്ങൾ 1950കളിലെ സിനിമാ അന്തരീക്ഷം കടമെടുത്ത ഒരു തികച്ചും സാങ്കൽപ്പിക കഥയാണ് അവതരിപ്പിക്കുന്നത് എന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കി. കാന്തയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി. ചിത്രം തിയേറ്റർ റിലീസിന് ശേഷം ഏകദേശം 4 ആഴ്ചകൾക്ക് ശേഷം, അതായത് 2025 ഡിസംബർ പകുതിയോടെ പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചിത്രം സ്പിരിറ്റ് മീഡിയ, വേഫെയറർ ഫിലിംസ് എന്നീ ബാനറുകളുടെ സഹകരണത്തിലുള്ള ഒരു വലിയ നിർമ്മാണ സംരംഭമാണ്. ചിത്രത്തിന്റെ ദൃശ്യപരമായ മേന്മയ്ക്ക് കാരണം ഛായാഗ്രാഹകൻ ഡാനി സാൻചസ് ലോപ്പസ് ആണ്. ഒരു 1910-ാം നൂറ്റാണ്ടിലെ അന്തരീക്ഷം കൃത്യമായി പുനഃസൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. നിയോ നോയർ ശൈലിയിലുള്ള ലൈറ്റിംഗും ടി.കെ. എമ്മിന്റെ അഹന്തയെ പ്രതീകാത്മകമായി കാണിക്കാൻ കണ്ണാടികളുടെ ഉപയോഗവും ചിത്രത്തെ ദൃശ്യപരമായി മികച്ചതാക്കി. സിനിമയ്ക്കുള്ളിലെ സിനിമയെ കറുപ്പിലും വെളുപ്പിലും ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിലെ പ്രധാന സാങ്കേതിക സവിശേഷതയാണ്.